How can we use meanwhile in a sentence? സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മീൻവൈൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻ ദ മീൻ ടൈം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ മീൻവൈൽ അതുപോലെ തന്നെ ഇൻ ദ മീൻ ടൈം അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ. അതായത് അദ്ദേഹം വരാൻ വൈകുമെന്ന് ഞാൻ അറിഞ്ഞു, അതിനിടയിൽ ഞാൻ അവളെ പോയി കണ്ടു. ഇൻ ദ മീൻ ടൈം നോയിങ് ദാറ്റ് ഹി വുഡ് ബി ലേറ്റ് ഐ വെൻറ്റ് ആൻഡ് സോ ഹെർ. ഇവിടെ അതിനിടയിൽ എന്ന അർത്ഥത്തിലാണ് ഇൻ ദ മീൻ ടൈം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം 10 മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ 10 മണിക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഇവൻറ്റ്. എന്നാൽ അദ്ദേഹം വരുന്നത് എപ്പോഴാണ്? 11 മണിക്കാണ്. അപ്പോൾ 10 മണിക്കും 11 മണിക്കും ഇടയിൽ കിട്ടുന്ന ഒരു ഗ്യാപ്പ്, ആ ഒരു മണിക്കൂറിനെയാണ് ഇൻ ദ മീൻ ടൈം എന്ന് പറയുന്നത്. ആ ഇടവേളയിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ സുഹൃത്തിനെ പോയി കണ്ടു. അതാണ് സെക്കൻഡ് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടവേളകളെക്കുറിച്ച് പറയാനാണ് നമ്മൾ മീൻ ടൈം എന്നത് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് മീൻവൈൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് നോക്കാം. രമ്യ 50 വരെ എണ്ണി, അതേസമയം മറ്റു കുട്ടികൾ പോയി ഒളിച്ചു. ചെറുപ്പകാലത്ത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കളിയാണിത്, അല്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രമ്യ 50 വരെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ എന്താണ് സംഭവിക്കുന്നത്? മറ്റു കുട്ടികൾ പോയി ഒളിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ 2 ഇവൻറ്റുകളാണ് നടക്കുന്നത്. അതായത് രമ്യ 50 വരെ കൗണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതേസമയം തന്നെ എന്താണ് സംഭവിക്കുന്നത്? മറ്റു കുട്ടികൾ പോയി ഒളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ പറയാൻ, ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ നമ്മൾ അറ്റ് ദ സെയിം ടൈം എന്ന അർത്ഥത്തിൽ മീൻവൈൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് മീൻവൈലിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് പറയുക? രമ്യ കൗണ്ടഡ് ടു 50. മീൻവൈൽ ദ അതർ ചിൽഡ്രൻ വെൻറ്റ് ആൻഡ് ഹൈഡ്. ഇവിടെയും 2 ഇവൻറ്റുകളാണ് നടക്കുന്നത്. ഒന്ന് രമ്യ കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾ പോയി ഹൈഡ് ആകുന്നു എന്നുള്ളതും. ഇവയുടെ പ്രത്യേകത എന്താണ്? അതേ സമയത്ത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മീൻവൈൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. ഞാൻ പ്രഭാത ഭക്ഷണം പാചകം ചെയ്യും, അതേസമയം നീ മുറ്റം തൂത്തുവാരണം. നീ മുറ്റം തൂത്തുവാരുമ്പോൾ ഞാൻ പ്രഭാത ഭക്ഷണം പാചകം ചെയ്യും എന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് പറയുന്നത്. എങ്ങനെയാണ് നമുക്കിത് പറയാൻ കഴിയുക? ഐ വിൽ കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മീൻവൈൽ യു ഷുഡ് സ്വീപ് ദി യാർഡ്. അപ്പോൾ മീൻവൈൽ എന്നതിൻ്റെ ഒരു ഉപയോഗം ഇത്തരത്തിലാണ്, അതായത് അറ്റ് ദ സെയിം ടൈം എന്ന അർത്ഥത്തിൽ. ഇനി മീൻവൈൽ എന്നതിൻ്റെ മറ്റൊരു ഉപയോഗം നമുക്ക് നോക്കാം. അതായത് ദ ടൈം ബിറ്റ്വീൻ 2 ഇവൻറ്റ്സ് എന്ന അർത്ഥത്തിൽ മീൻവൈൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് 2 സംഭവങ്ങൾക്കിടയിൽ നമുക്ക് കിട്ടുന്ന ആ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുവാനും മീൻവൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. അതായത് മീൻ ടൈം നമ്മൾ ഉപയോഗിച്ചതുപോലെ തന്നെ മീൻവൈലും ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. എനിക്ക് പോകാൻ അരമണിക്കൂർ കൂടി ഉണ്ടായിരുന്നു, അതിനിടയിൽ ഞാൻ എൻ്റെ മെയിലുകൾ പരിശോധിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതായത് ഇവിടെ അരമണിക്കൂർ വീണ് കിട്ടിയപ്പോൾ ആ ഗ്യാപ്പിൽ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ തൻ്റെ ഇമെയിലുകൾ അദ്ദേഹം പരിശോധിക്കുകയും ചെയ്തു. ഐ ഹാഡ് ഹാഫ് ആൻ അവർ ടു ഗോ മീൻവൈൽ ഐ ചെക്ക്ഡ് മൈ ഇമെയിൽസ് ആൻഡ് എയ്റ്റ്. ഇതേ സെൻറ്റൻസ് നമുക്ക് മീൻ ടൈം ഉപയോഗിച്ചുകൊണ്ടും പറയുവാൻ കഴിയും. ഇനി മീൻവൈൽ എന്നതിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഓൺ ദ അതർ ഹാൻഡ്, മറുവശത്ത് എന്ന അർത്ഥത്തിൽ മീൻവൈൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ആ മൊബൈൽ ഫോൺ ചിലവേറിയതാണ്, വില കൂടിയതാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന മൊബൈൽ ഫോണല്ല, അതായത് കൂടുതൽ പൈസയാവും. അതേസമയം അല്ലെങ്കിൽ മറുവശത്ത് ഈ മൊബൈൽ ഫോൺ താങ്ങാവുന്ന വിലയാണ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള മൊബൈൽ ഫോണാണ് എന്ന രീതിയിലും നമുക്ക് മീൻവൈൽ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ പറയും ദാറ്റ് മൊബൈൽ ഫോൺ ഈസ് എക്സ്പെൻസീവ് മീൻവൈൽ ദിസ് വൺ ഈസ് അഫോർഡബിൾ. അത് നമുക്ക് അനുയോജ്യമായ താങ്ങാവുന്ന വിലയ്ക്കുള്ള മൊബൈൽ ഫോണാണ്. ഹീ ഈസ് എ ഫാറ്റ് മാൻ മീൻവൈൽ ഹീ ഈസ് എ വെരി തിൻ പേഴ്സൺ. അതായത് അദ്ദേഹം വളരെ തടിച്ച മനുഷ്യനാണ്, മറുവശത്ത് അവളാണെങ്കിലോ തീരെ മെലിഞ്ഞ ആളുമാണ്. അപ്പോൾ ഇത്തരത്തിൽ 3 രീതിയിൽ നമുക്ക് മീൻവൈൽ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുവാൻ കഴിയും. ഇനി നമുക്ക് മീൻവൈൽ ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തും
അവസാന ഭാഗത്തും അതുപോലെ തന്നെ മധ്യഭാഗത്തും അർത്ഥത്തിന് വ്യത്യാസമില്ലാതെ നമുക്ക് ഓരോ സെൻറ്റൻസുകളിലും ഉപയോഗിക്കാൻ കഴിയും. അതായത് രമ്യ വാസ് ലുക്കിംഗ് ഫോർ രാജു, മീൻ വൈൽ രാജു വാസ് ലുക്കിംഗ് ഫോർ എ രമ്യ. രമ്യ രാജുവിനെ നോക്കിയിരിക്കുകയായിരുന്നു, അതേസമയം രാജു രമ്യയെയും നോക്കിയിരിക്കുകയായിരുന്നു. ഇവ മൂന്നിൻ്റെയും അർത്ഥം ഒരുപോലെ തന്നെയാണ്. ഇത് എഴുതുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ആക്ഷൻ പ്ലസ് ഫുൾ സ്റ്റോപ്പ് പ്ലസ് മീൻ വൈൽ പ്ലസ് കോമ പ്ലസ് സെക്കൻഡ് ആക്ഷൻ എന്ന രീതിയിലായിരിക്കണം. എന്നാൽ സെക്കൻഡ് സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ആക്ഷൻ പ്ലസ് ഫുൾ സ്റ്റോപ്പ് പ്ലസ് സെക്കൻഡ് ആക്ഷൻ പ്ലസ് മീൻ വൈൽ പ്ലസ് ഫുൾ സ്റ്റോപ്പ് എന്ന രീതിയിലായിരിക്കണം. ഇനി മൂന്നാമത്തെ രീതിയിലാണ് നമ്മൾ മീൻ വൈൽ ഉപയോഗിക്കുന്നത് എങ്കിൽ മീൻ വൈലിന് മുൻപിലും പിൻപിലുമായി ഒരു കോമ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് മീൻ വൈൽ അതുപോലെ തന്നെ മീൻ ടൈം എന്നിവയുടെ ഉപയോഗം. പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്തുക, അത് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ലൈഫിലെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.